ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഇമ്പാക്ട്സ് ഓഫ് IoT ആണ്. ദാറ്റ് ഈസ് കണക്റ്റഡ് ഫാക്ടറി. സോ ഈ കണക്റ്റഡ് ഫാക്ടറിയെ ബേസ് ചെയ്തിട്ട് നാല് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചാൽ ഈ നോട്ട്സിനോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ ട്രഡീഷണൽ ഫാക്ടറി പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്സ് ആർ ഡിസ്കണക്റ്റഡ്. അതായത് പണ്ടുള്ള ഫാക്ടറിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് ഡിസ്കണക്ട് ചെയ്തേക്കാണ്. മീൻസ് നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്ന ഓരോ ഫേസുകളും, അതായത് ലേബർ ഒരു സാധനം റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, അവരോരോ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്, പിന്നെ അത് സെല്ല് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുന്നില്ല ഇന്നത്തെ പോലെ. ഇന്നെന്ന് പറയുമ്പോൾ എല്ലാം പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യും. അതാ പറയുന്നത് ട്രഡീഷണൽ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്കണക്ട് ചെയ്തിരിക്കുവാണ്. അന്ന് അവിടെ ഫേസ് ചെയ്തിരുന്ന മേജർ ചാലഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അന്ന് അവർ ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ് എന്താണെന്ന് നോക്കുക. ദ മെയിൻ ചലഞ്ചസ് ദേ ഫേസ്ഡ്, ദേ ആർ എനേബിൾ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് നീഡ്. അതായത് മാർക്കറ്റിൽ അപ്പോഴത്തെ നീഡ് അനുസരിച്ച് പുതിയ പ്രോഡക്റ്റോ സർവീസസോ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. കാര്യം എന്താ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഇല്ല, ഇപ്പോഴത്തെ കണക്ക് ട്രാൻസ്പോർട്ടേഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. അപ്പോൾ സർവീസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റ് നീഡ് അനുസരിച്ച് കൊണ്ടുവരാനോ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് പ്ലാൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി വൈൽ ഡിക്രീസിങ് കോസ്റ്റ്. അതായത് കോസ്റ്റ് കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടാനോ ക്വാളിറ്റി കൂട്ടാനോ അവർക്ക് സാധിച്ചില്ല. അതായത് അവരിപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ അത്രത്തോളം ലേബേഴ്സിനെ കൊണ്ടുവരണം, അത്രത്തോളം വർക്കേഴ്സ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത്രത്തോളം സ്ഥലം വേണം. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്തായാലും കോസ്റ്റ് കൂടും. അപ്പോൾ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിലെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ക്ലൗഡ് എൻവയോൺമെൻ്റ് ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വെർച്വലി ഒരു സ്റ്റോറേജിൽ പുട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ വെർച്വലി ഒരു സ്റ്റോറേജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഫിസിക്കലി സ്റ്റോറേജിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ലേബർ കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. പക്ഷേ പണ്ട് അങ്ങനെയല്ല. നമ്മുടെ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനോ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റോ കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൂട്ടാൻ പറ്റത്തില്ല, കോസ്റ്റും അത് കൂടും. അതതിൻ്റെ അന്നത്തെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ മിറ്റിഗേറ്റിംഗ് അൺപ്ലാൻഡ് ഡൗൺ ടൈം. അതായത് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന ലോസ് ഇല്ലേ, അങ്ങനെയുള്ള ലോസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവർക്ക് നോക്കാം ഉള്ള മെഷേഴ്സ് അന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കാം അല്ലേ. ഡേറ്റാസ് നഷ്ടപ്പെട്ടാൽ കൂടി ബാക്കപ്പ് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിലുണ്ടാവുന്ന ഒരു നെഗറ്റീവ് വന്നാൽ അതിനെ തടയാനായിട്ടുള്ളൊരു വേയും കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് അൺപ്ലാൻഡ് ഡൗൺ ടൈം. അതായത് അൺപ്ലാൻഡ് ആയിട്ട് ഡൗൺ ടൈം, എന്തെങ്കിലും താഴ്ച വന്നു കഴിഞ്ഞാൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള മെഷേഴ്സ് പണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സെക്യൂർ ഫാക്ടറീസ് ഫ്രം സൈബർ ത്രെറ്റ്. അതായത് ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റീസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റീസ് വഴി നമ്മുടെ സിസ്റ്റമോ നമ്മുടെ ആപ്ലിക്കേഷനോ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹാക്ക് ചെയ്താൽ കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെ അന്നെന്ന് പറയുന്നത് അങ്ങനത്തെ ഇല്ല. ഫാക്ടറിനെ സൈബർ ത്രെറ്റിൽ നിന്ന് സെക്യൂർ ആക്കാനുള്ള മെഷേഴ്സ് ഇല്ല. ഇംപ്രൂവ് വർക്കേഴ്സ് സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ഇന്നത്തെ പോലെ ഇല്ല. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീൻസിനൊക്കെ മെഷീൻ ഗാർഡ്സ് ഉണ്ട്. അതനുസരിച്ച് ഹെൽത്തി എൻവയോൺമെൻറ്റും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടും. പക്ഷെ അന്ന് അങ്ങനെയില്ല. പിന്നെ ഡിക്രീസിങ് ദ കേബിളിംഗ് കോസ്റ്റ്. ഇപ്പോൾ ഇന്നെന്ന് പറയുമ്പോഴത്തേനും കേബിളിംഗ് കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് ഫൈബർ ഒപ്റ്റിക്സ് വഴിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. പണ്ടത്തെ പോലെ കേബിൾ വലിച്ചു കെട്ടി എടുക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഫൈബർ വഴിയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ ഒരുപാട് വേസ് ഉണ്ട്. അപ്പം അന്നെന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കേബിളിംഗ് കോസ്റ്റ് കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പഴയ ഫാക്ടറിയിലെ ഡിസഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ഫാക്ടറി ഈസ് ദ കൺവേർജൻസ് ഓഫ് ഫാക്ടറി ബേസ്ഡ് ഓപ്പറേഷൻ ആൻഡ് ഗ്ലോബൽ IT നെറ്റ്വർക്ക്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റും ഫാക്ടറിയുടെ ഓപ്പറേഷനും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് കണക്റ്റഡ് ഫാക്ടറി. കണക്റ്റഡ് ഫാക്ടറി ഈസ് ദ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യുക എന്തിൻ്റെയൊക്കെ, ഫാക്ടറി ബേസ്ഡ് ഓപ്പറേഷനും ഗ്ലോബൽ IT നെറ്റ്വർക്കും കൂടെ കൺവേർജ് ചെയ്യുമ്പോഴാണ് കണക്റ്റഡ് ഫാക്ടറി ഉണ്ടാകുന്നത്. ദെയർ ആർ ലാർജ് നമ്പർ ഓഫ് സെൻസേഴ്സ് ഓൺ ഫാക്ടറി. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഓവർ ആൻഡ് എതർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഒരുപാട് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. TCP, UDP, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഫാക്ടറിയിലുള്ള സെൻസേഴ്സ് എന്ത് ചെയ്യുന്നു, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു,
ചെയ്യുന്നു, ഡേറ്റ റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ അവിടെ എന്താ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം എന്താ ട്രാഫിക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ സെൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെയർ ആർ ലാർജ് നമ്പർ ഓഫ് സെൻസേഴ്സ് ഓൺ ദ ഫാക്ടറിയിൽ ഒരുപാട് നമ്പർ ഓഫ് സെൻസേഴ്സ് ഉണ്ട്. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ദ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ്. നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ OSI മോഡലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 7 ലെയേഴ്സും അവിടെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് അതിനെ ഒന്ന് മിനിമൈസ് ചെയ്ത് പ്രിസൈസ് ആക്കി ഒരു പോയിൻ്റാക്കി എഴുതിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫാക്ടറിയിൽ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ സം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഓവർ ദ എതർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്കിലൂടെ. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, എ സ്മെൽറ്റിംഗ് ഫാക്ടറി ക്യാൻ എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ദ ഓർ ബൈ യൂസിങ് ഹീറ്റ് ആൻഡ് കെമിക്കൽ. ഈ സ്മെൽറ്റിംഗ് ഫാക്ടറി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ ഓറിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സ്മെൽറ്റിങ്. അപ്പോൾ ആ സ്മെൽറ്റിംഗ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് സ്മെൽറ്റിംഗ് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സ്മെൽറ്റിംഗ് ഫാക്ടറി എന്ത് ചെയ്യുന്നു? മെറ്റൽസിനെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു യൂസിങ് ഹീറ്റ് ആൻഡ് കെമിക്കൽ. ഹീറ്റും കെമിക്കലും യൂസ് ചെയ്തിട്ടാണ് ഓറിൽ നിന്ന് എന്ത് ചെയ്യുന്ന മെറ്റലിനെ എടുക്കുന്നത്. ദിസ് goes through different stages. The data and controls are accessed via series of control rooms. അതായത് നമുക്ക് ഫസ്റ്റിലേ ചെന്ന് ഒരു എന്താ ഓറിൽ ഹീറ്റും കെമിക്കലും ഒഴിച്ചാൽ ഉടനെ നമുക്ക് ഓറ് കിട്ടത്തില്ല. ഇത് പല സ്റ്റേജസിലൂടെ കടന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്ന മെറ്റൽ കിട്ടുന്നത്. അതായത് ഒരുപാട് കൺട്രോൾ റൂംസ് ഇതിനെ എന്ത് ചെയ്യുന്നു? ഗവേൺ ചെയ്യാനുണ്ട്. അതാണ് goes through different stages. പല സ്റ്റേജിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. The data and control are all എന്താ ആക്സസ് ടു വെയർ സീരീസ് ഓഫ് കൺട്രോൾ റൂം. ഒരുപാട് കൺട്രോൾ റൂമിൻ്റെ അടിയിലാണ് ഈ ഡേറ്റാസും അതിൻ്റെ കൺട്രോൾസും ഒക്കെ വരുന്നത്. ഓക്കെ, ദീസ് റൂംസ് ആർ ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റൂംസൊക്കെ ഇപ്പം ഇവിടെ ഇങ്ങനെ അടുത്തടുത്തിരിക്കണമെന്നില്ല, പല പ്ലേസിലാണ് ഇരിക്കുന്നത് അല്ലേ. ബൈ ഇംപ്ലിമെൻറ്റിംഗ് IoT കണക്ഷൻസ് ആർ ഇംപ്ലിമെൻറ്റ് ടു ബ്രിങ് സെൻസർ ഡേറ്റ ഡയറക്ട്ലി ടു ഓപ്പറേറ്റേഴ്സ് ഇൻ ഫാക്ടറി വിയ മൊബൈൽ ഡിവൈസസ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ IoT വന്നു. IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തതോടുകൂടി സെൻസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഫാക്ടറിനെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാം. അതിനൊരു ഫേമസ് ആയിട്ടൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്വിഗ്ഗിയൊക്കെ. ഇപ്പോൾ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഡിസ്റ്റൻറ്റ് ഇരിക്കുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് റെസ്റ്റോറൻറ്റ് ഫിസിക്കലി പോകണമെന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. അവിടെ IoT വന്നതോടുകൂടി കണക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു ടു ബ്രിങ് സെൻസർ ഡേറ്റ ഡയറക്ട്ലി ടു ഓപ്പറേറ്റർ ഓൺ ഫാക്ടറി. അതായത് നമ്മുടെ ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് ഫാക്ടറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു വയ മൊബൈൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് ഫാക്ടറിയിൽ എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നു. Nowadays there are facility to detect the data and real time predictions in making decision. അതായത് ഇന്ന് നമ്മുടെ ഈ മെഷീൻ ലേണിംഗ് ഒക്കെ വന്നതോടുകൂടി എന്താ പ്രെഡിക്ഷൻസും, അതായത് ഇപ്പം നമ്മുടെ ഓരോ ഫാക്ടറിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ കാര്യങ്ങളുണ്ട്. അതാണ് nowadays there are facility to detect the data. ഒരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സഹായത്തോടുകൂടി ഇല്ലാതെ ആ ഒരു ഇൻപുട്ട് ഡേറ്റ എന്താണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും ആൻഡ് റിയൽ ടൈം ഇൻ മേക്കിംഗ് പ്രെഡിക്ഷൻ, ആ ഒരു ഇൻപുട്ട് ഡേറ്റ കൊണ്ട് എന്ത് ഔട്ട്പുട്ട് വരുമെന്ന് റിയൽ ടൈമായിട്ട്, അതായത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്ത് നമ്മുടെ മെഷീൻ തന്നെ എന്ത് ചെയ്യുന്നു? പ്രെഡിക്റ്റ് ചെയ്യാനുള്ള വഴികളും ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഈ കണക്റ്റഡ് ഫാക്ടറി എളുപ്പമല്ലേ? 4 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചോളൂ. ആദ്യം ട്രഡീഷണൽ ഫാക്ടറിയിൽ എല്ലാം ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ട്രഡീഷണൽ ഫാക്ടറീസിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ അവർ നേരിട്ട ഡിസഡ്വാൻറ്റേജസ് എന്തെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കണക്റ്റഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയുടെ ഓപ്പറേഷനും IoTയും കൂടെ അല്ലെങ്കിൽ IT നെറ്റ്വർക്കും കൂടെ കൺവേർജ് ചെയ്യുന്നതാണെന്ന് പഠിച്ചു. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡേറ്റാസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്മെൽറ്റിംഗ് ഫാക്ടറീനെ എക്സാമ്പിളാക്കി പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞ IoT IoT വന്നതോടുകൂടി ഡിസ്റ്റൻറ്റ് പ്ലേസിൽ ഇരിക്കുന്ന ഫാക്ടറീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മൊബൈൽ ഡിവൈസസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനും റിയൽ ടൈം മോണിറ്റർ ചെയ്യാനും എന്താ ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റി. ഇത്രയേ ഉള്ളൂ കണക്റ്റഡ് ഫാക്ടറി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.